അന്തരിച്ച CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മധ്യസ്ഥനെ നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. മീഡിയേറ്റർ ആര് വേണമെന്ന് കോടതിയെ അറിയിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും മരിച്ചയാളോട് കുറച്ചെങ്കിലും ബഹുമാനം കാണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വാദത്തിനിടെ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, MM ലോറൻസിന്റെ മക്കളായ ആശാ ലോറൻസും സുജാതയും സമർപ്പിച്ച ഹർജിയിൽ അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അന്ന് ഈ മധ്യസ്ഥനെ നിയോഗിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ? കാരണം ഇത്രയും ആഴ്ചകൾ, ഒരു മാസത്തിലധികം പിന്നിട്ടിരിക്കുന്നു MM ലോറൻസിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട തർക്കം. ഉടനടി തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ടോം, ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം വേണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. കാരണം കോടതി പറഞ്ഞ ഒരു പരാമർശം ശ്രദ്ധേയമാണ്. മരിച്ച ആളോട് അതിൽ ബഹുമാനം കാണിക്കേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ഈ സെപ്റ്റംബർ 21-നാണ് MM ലോറൻസ് അന്തരിക്കുന്നത്. അതിനുശേഷം നാളിത്രയാവുന്നു, 2 മാസത്തിലധികമാവുന്നു. ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. നമുക്കറിയാം, അന്ന് ഉണ്ടായ സംസ്കാര ചടങ്ങ്, അത് അന്തിമഘട്ടത്തിലുണ്ടായ ആ പൊതുദർശനത്തിനിടെ ഉണ്ടായ രംഗങ്ങളുമെല്ലാം തന്നെ അത് കുടുംബ പ്രശ്നം എന്ന രീതിയിൽ തന്നെ കാണാനാണ് MM ലോറൻസിൻ്റെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സഖാക്കളും എല്ലാം തന്നെ അതിൽ ആ ഒരു നിലപാടെടുക്കുകയും ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് മറ്റൊരു രീതിയിലേക്ക് വളർന്നു. പിന്നീട് അത് കുടുംബത്തിൽ അതിൻ്റെ ഒരു മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി, വൈദ്യപഠനത്തിനായി വിട്ടുകൊടുക്കുന്നത് സംബന്ധിയായ കാര്യങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നു. ഒരു മകൾ ആശാ ലോറൻസ് അത് ആദ്യഘട്ടത്തിൽ അത് കോടതിയെ സമീപിക്കുന്നു. സിംഗിൾ ബെഞ്ച് ആ കോടതി അതിൻ്റെ ഈ ഒരു ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഈ അനാട്ടമി നിയമപ്രകാരമുള്ള കാര്യങ്ങളിൽ മകൻ കൊടുത്ത സമ്മതപത്രം, അതോടൊപ്പം തന്നെ MM ലോറൻസ് കാര്യങ്ങൾ പറയുന്ന സമയത്തുണ്ടായ സാക്ഷികൾ, ഇത്തരം കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു സിംഗിൾ ബെഞ്ച് തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിൽ മകൻ നൽകിയ ML സജീവൻ നൽകിയ ആ ഒരു സമ്മതപത്രം കാര്യങ്ങളുമെല്ലാം വെച്ചുകൊണ്ട് അത് മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് സിംഗിൾ ബെഞ്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വൈദ്യപഠനത്തിന് എന്ന രീതിയിൽ തന്നെ കണക്കാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് സമീപിക്കുകയും, ആശാ ലോറൻസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും മറ്റൊരു മകളായ സുജാത ബോബൻ ഇതിനൊപ്പം തന്നെ ചേരുകയും നാം തന്നെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തർക്കം വീണ്ടും അത് ശക്തമാവുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു പരാമർശം നടത്തിയത്. മരിച്ചയാളോട് ബഹുമാനം കാണിക്കേണ്ടതുണ്ട്, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല അനന്തമായി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കം, ഡാനി, ഒരു മരിച്ചയാളോട്, പ്രത്യേകിച്ച് സ്വന്തം പിതാവിന്റെ മൃതദേഹത്തോടാണ് ഈ അനാദരവ് കാണിക്കുന്നത്. ഇത് കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വമോ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ, MM ലോറൻസിന്റെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളോ മറ്റ് ചർച്ചകളോ ഒന്നും ആരും മുൻകൈ എടുത്ത് നടത്തുന്നില്ലേ ഡാനി? ടോം, ഇക്കാര്യത്തിൽ പാർട്ടി CPM എടുത്ത തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കുടുംബം എന്താണോ തീരുമാനിക്കുന്നത് അതിനൊപ്പം തന്നെ നിൽക്കും. ഈ കാര്യത്തിൽ പാർട്ടിക്ക്, CPM-ന്, ആ ഒരു പ്രസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. കുടുംബാംഗങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനിക്കുന്നുണ്ട്. MM ലോറൻസ് പാർട്ടിയിലെ സമുന്നതനായ ഒരു നേതാവ് തന്നെയാണ്. അത് പാർട്ടിയിൽ അത്ര കണ്ട് ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. പക്ഷേ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ എന്നത് അത് പാർട്ടിയുടെ ഒരു സ്വത്ത് എന്ന രീതിയിൽ ഒരു തീരുമാനവും ഇവിടെ എടുക്കുന്നില്ല എന്ന് CPM വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കുടുംബാംഗങ്ങൾ തന്നെയാണ്. അവർ തമ്മിലുള്ളൊരു തർക്കം അത് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. അവർ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം പാർട്ടിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അവരുടെ തന്നെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു, അവരുടെ തന്നെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു, പിതാവിൻ്റെ ആഗ്രഹം ഇതായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് മൃതദേഹം വൈദ്യപഠനത്തിന്, മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ അത് എന്ന രീതിയിലേക്ക് തന്നെ പാർട്ടി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മറ്റൊരു തർക്കമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകൾ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നു. സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് തർക്കം എത്തിയിരിക്കുന്നു.
കഴിഞ്ഞ 2 മാസത്തിലധികമായി അവരുടെ തന്നെ പിതാവിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇവരൊരു തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതൊരു മീഡിയേഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാടും ഇത് തന്നെയായിരിക്കും. കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കം അവർ പരിഹരിക്കട്ടെ, അക്കാര്യത്തിൽ തങ്ങളൊപ്പം നിൽക്കാം, അതായത് കുടുംബം എടുക്കുന്ന തീരുമാനത്തിനൊപ്പം പാർട്ടിയും ഉണ്ടാകുമെന്ന കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ഒരുമിച്ച് തന്നെ ാണല്ലോ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ഇനി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ആരായിരിക്കും മീഡിയേറ്റർ? ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി തന്നെയാണോ, അതോ ഈ കുടുംബാംഗങ്ങൾ രണ്ടുപേരും നിർദ്ദേശിക്കുന്ന, രണ്ട് കക്ഷികളും നിർദ്ദേശിക്കുന്ന ആളെ ആയിരിക്കുമോ മീഡിയേറ്ററായി വെക്കുക? ടോം, അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഈ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുക, അത് പിന്നീട് കോടതി സ്വീകരിക്കുക എന്ന രീതിയിലാകുമോ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ആധികാരികത വരേണ്ടതുണ്ട്. കാരണം ഇതിൽ കോടതി ഇടപെടൽ എന്താണ് എന്നത് സംബന്ധിച്ച് ഇനിയും അറിയണം. കാരണം ഇതിൽ മീഡിയേഷൻ എന്നത് സംബന്ധിച്ച് കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ രമ്യതയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അത് ഒരു ലോ എക്സ്പെർട്ട് എന്ന രീതിയിൽ തന്നെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് തന്നെ പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ സമ്മതം കൂടി ഇക്കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ അതിൽ ഉണ്ടാകും. അതിനുശേഷം ഈ 3 പേരുമായിട്ട് അതിൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രേഖകളും കാര്യങ്ങളും എല്ലാം ഹാജരാക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. മകൻ ML സജീവനടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുകയും ചെയ്തു. അപ്പോൾ അക്കാര്യങ്ങളും കൂടി ഒരുപക്ഷെ ഇത് പരിശോധിച്ചുകൊണ്ട്, ഇത് രേഖകൾക്കപ്പുറം ഇതൊരു വൈകാരികമായ ഒരു തലമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിന്ന വിഷയങ്ങൾ കേട്ട് പഠിച്ച പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരാൾ തന്നെയായിരിക്കും ഇതിലേക്ക് മധ്യസ്ഥനായിട്ട് നിയോഗിക്കപ്പെടുക എന്ന് തന്നെയാണ് നമ്മൾ പൊതുവിലും കരുതുകയും ചെയ്യുന്നത്. ഏതായാലും തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒരു തീർപ്പുണ്ടാകും. വൈകാതെ ഈ MM ലോറൻസിൻ്റെ സംസ്കാരമാണോ അതോ വൈദ്യപഠനത്തിന് വിട്ടുകൊടുക്കുകയാണോ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചെയ്യാൻ കുടുംബം ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് പൂർണ്ണമായൊരു തീർപ്പിലേക്ക് ഏറെ വൈകാതെ എത്തുമെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.